വെച്ചാൽ മാസ്ക് നിങ്ങൾ കണ്ട, ഞാൻ കണ്ടു, കഴിഞ്ഞ ദിവസം കണ്ടു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെട്രിമാരനാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. GV മ്യൂസിക്, വിഗ്രണൻ അശോക് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നായകൻ ഒരു സ്പൈ ഡിറ്റക്റ്റീവാണ്. അല്ലറത്തിലുള്ള ഈ രാഷ്ട്രീയക്കാരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ആൻഡ്രിയ എന്നുള്ളതിൻ്റെ ക്യാരക്ടർ പറഞ്ഞ ഒരു പൊളിറ്റിക്കലി നല്ല ഒരു ഇൻഫ്ലുവൻസ് ഉള്ള, അത് നമ്മൾ കണ്ടിട്ട് മനസ്സിലായി ഒരു ക്രുക്കഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവരുടെ തന്നെ ഒരു പാർട്ടി ബന്ധപ്പെട്ട്, അതായത് പൊളിറ്റീഷ്യന്മാരുടെ ഒരു 440 കോടി മാസ്ക് വെച്ച കുറച്ച് പേര് അടിച്ചുകൊണ്ട് പോകും. അതിനെ കണ്ടുപിടിക്കണം, ആ പൈസ കണ്ടുപിടിക്കണം, ആരാണ് അടിച്ചു മാറ്റിയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമ്മുടെ നായകൻ്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ ആൻഡ്രിയ ഏൽപ്പിക്കുകയാണ്. പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ആക്ച്വലി അതിൻ്റെ കോൺട്രഡിക്ഷനും ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഹ്യൂമർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡാർക്ക് കോമഡി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സിനിമയാണ് മാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ സിനിമ എനിക്ക് അത്രയ്ക്കും ഹുക്ക്ഡ് ആയില്ല. കാരണം നമ്മൾ അതിലോട്ട് പോകുന്നേ ഇല്ല, ആ സിനിമയുടെ ഒരു ലൈനിലോട്ട് നമ്മൾ എത്തുന്നില്ല. കാരണം എനിക്ക് പേഴ്സണലി അങ്ങോട്ട് കണക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നില്ല. അത് കാരണം തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ലാത്തൊരു സിനിമയായി പോയി. എനിക്ക് ഒരു ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ നിൽക്കുന്ന ഒരു മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രയ്ക്കൊരു അത്യാവശ്യം കൊള്ളാവുന്നൊരു ടോപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വൈസ് നോക്കുകയാണെങ്കിൽ നൈസായിരുന്നു. കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ, ഒരു ഇവർ തമ്മിലുള്ള എന്താണ് ഇവർ ബന്ധം, അവരാരാണ്, ആൻഡ്രിയ ആരാണ്, ഇതാരാണ് അടിച്ചത്, അവരും ഈ പൈസയും തമ്മിൽ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുള്ള സാധനങ്ങളിലെ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കണക്റ്റ് ആയില്ല. മൊത്തത്തിലൊരു നിർവികാരത ഫീൽ ചെയ്തു പടത്തിൽ മൊത്തം. ആക്ച്വലി കവിനും ആൻഡ്രിയൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ക്ലൈമാക്സിനോട്ട് അടുക്കുമ്പോൾ ഒരു റിവീൽ ചെയ്യുന്നുണ്ട് ഒരു സാധനം. അത് പക്ഷേ നമുക്ക് ഇടയ്ക്ക് തന്നെ ഡൗട്ട് തോന്നും, ആ ക്യാരക്ടർ അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസിലി നമുക്കത് എന്തോ ഉണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലൂ കിട്ടുന്ന പോലെയാണ് ഇതിൻ്റെ റൈറ്റിങ് വന്നിട്ടുള്ളത്. ടോട്ടൽ എനിക്ക് പറയുകയാണെങ്കിൽ GV പ്രകാശിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. ചുമ്മാ കണ്ടു നോക്കാവുന്ന ഒരു സിനിമ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. നിറയെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു പടം മാത്രമേ ഉള്ളൂ മാസ്ക് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.